സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമെടുത്തത്? സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഏത് കിതാബ് ഓതി പഠിച്ചിട്ടാണ് റാങ്ക് നേടിയത്? വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ. ഇനി നാലാമത്തെ ഒരു ഗ്രേഡാണ് റൂഹിയായ പരിപാലനം. റൂഹിയായ സംസ്കൃതിയിലേക്ക്, അവിടെയാണ് ഇസ്രാഉം മിഅ്റാജും ഒക്കെ സംഭവിക്കുക. അപ്പൊ അതിന് ആ ആളാരായിരിക്കണം? നേരത്തെ ഇസ്രാ മിഅ്റാജ് എക്സ്പീരിയൻസ് നടത്തി തിരിച്ചു വന്ന ആളായിരിക്കണം മുറബി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ എന്ന സൂഫി ഗുരുനാഥന്മാർ, അവർക്ക് എന്തൊക്കെ കഴിവ് വേണം? ബസീറത്ത് വേണം, ലദുന്നിയായ ഇൽമ് വേണം, അർറഹ്മത്തുൻ നബവിയ്യ വേണം, അൽ ഇദ്നുൽ ഇലാഹി വേണം. ഇത് നാലും ഇല്ലാത്തവർ ഈ പണിയെടുത്താൽ സ്വാഭാവികമായും റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ, എത്രയെത്ര സംസ്കരണം നടത്തുന്നവരാണെന്ന് പറയുന്ന, മുറബികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. റുബ്ബ റബ്ബിൻ. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ആശയ നിബിഡമായ കവിതയാണ് റുബ്ബ റബ്ബിൻ. എത്രയെത്ര ആളുകളാണ് ഷെയ്ഖായി ചമയുന്നത്. ലം യഅരിഫൻ റബ്ബഹു, അവൻ തന്നെ അവന്റെ റബ്ബിനെ അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവന്റെ സംഭാവന എന്തായിരിക്കും? കാട് കയറിയ കുറെ ആളുകളെ മുരീദന്മാരി എന്ന പേരിൽ വളർത്തുക. അവസാനം ഖസ്റ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും കഷ്ടം, നഷ്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈജ്ഞാനിക വിഷയങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിൽ നാം വിശകലനം നടത്തി, നിരീക്ഷണം നടത്തി ചിന്തിക്കുമ്പോൾ കുറേ അറിവുകൾ സ്വയം വളരും. ഇന്ന് ആലോചിച്ചപ്പോൾ ഇസ്ലാമിക പ്രബോധകന്മാർക്ക് ഈ വലിയ തലവാചകത്തിൽ, ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ എന്ന ഈ വലിയ തലവാചകത്തിൽ നിസ്കാര, നോമ്പ്, ശരീഅത്ത്, അച്ചടക്കത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നവർ, പള്ളികളിലേക്ക് ആളുകളെ വിളിച്ച് പ്രബോധനം ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നവർ എല്ലാവരും എല്ലാം ഉൾക്കൊള്ളും. എന്നാൽ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവർ, പ്രബോധകന്മാരുടെ കാറ്റഗറി വ്യക്തമായും തിരിച്ചറിയണം. പള്ളിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവന് അതിനുള്ള യോഗ്യതയും നിലവാരവും ഉണ്ടായാൽ മതി. നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യത മതി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ, ഖുൽ, നബിയെ അങ്ങ് പറയുക, അങ്ങയുടെ ദൗത്യം അദ്ഉ ഇലല്ലാഹി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുക. അവിടെ സബീലുല്ലാഹി എന്നല്ല, ദീനുല്ലാഹി എന്നല്ല. ഈ കാറ്റഗറിയുടെ വ്യത്യാസം മനസ്സിലാക്കാതെ പോയാൽ പലതും മനസ്സിലാവാതെ വരും. അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. അദ്ഉ ഇലല്ലാഹി. അതിനെനിക്കുള്ള കപ്പാസിറ്റി, യോഗ്യത എന്താണ്? അലാ ബസീറത്തിൻ. അതിനാവശ്യമായ എല്ലാ ഉൾക്കാഴ്ചയും എനിക്കുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ നബിയെ, അങ്ങേക്കുണ്ട് എന്ന് പറഞ്ഞോളൂ. അതിന്റെ അർത്ഥം നാം അങ്ങേക്ക് നൽകും. അലാ ബസീറത്തിൻ. അപ്പൊ അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്നവൻ ബസീറത്ത് വേണം, ഉൾക്കാഴ്ച. താൻ ആരെയാണോ ക്ഷണിക്കുന്നത് അവനെ പറ്റിയുള്ള അവബോധം വേണം, അവന്റെ കപ്പാസിറ്റിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വേണം, അവന്റെ മനോഗതം വായിക്കാൻ കഴിയണം. ഞാൻ ഒരാളെ നേരിട്ട് ക്ഷണിക്കുന്നു അള്ളാഹുവിലേക്ക്, അവൻ ഇപ്പോഴും ഏത് സ്റ്റേജിലാണ് ഉള്ളത്, വിശ്വാസ രംഗത്ത് അവൻ എവിടെയാണ് ഉള്ളത്, ചിന്താരംഗത്ത് അവന്റെ വളർച്ച എത്രയാണ്, അവൻ കൂടുതൽ നിരീശ്വരത്വം, നിഷേധവാദം അല്ലെങ്കിൽ സന്ദേഹിയാണോ, ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വേണം അവനോട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ. അലാ ബസീറത്തിൻ.
അള്ളാഹുവിലേക്കുള്ള വഴി അടയാളങ്ങളെക്കുറിച്ചും ഉൾവെളിച്ചം വേണം. തൻ്റെ സാധകരെ, തൻ്റെ ശിഷ്യരെ, തൻ്റെ സംബോധിതരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ശിഷ്യഗണങ്ങളുടെ അഥവാ സമൂഹത്തിൻ്റെ ആത്മഗതങ്ങളെക്കുറിച്ചും തിരിച്ചറിവ് വേണം. അല്ലാത്തവരെ ഈ പണിക്ക് യോഗ്യതയുള്ളവരായി പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാവുകയില്ല. ഖുൽ അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. എന്നാൽ ഇത് പ്രവാചകന്മാരുടെ മാത്രം ദൗത്യമാണോ? അല്ല. അന, ഞാനും, വമനിത്തബഅനി, എന്നെ അനുഗമിക്കുന്നവനും. എന്നെ അനുഗമിക്കുന്നവൻ എന്ന് പറഞ്ഞ ആരാ? എന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന ഉമറുൽ ഫാറൂഖ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ജനതതികളെ, മനുഷ്യവംശത്തെ പ്രബോധനം ചെയ്യുന്ന, ക്ഷണിക്കുന്ന ആളുകളൊക്കെ വമനിത്തബഅനി. അപ്പൊ ബസീറത്തുള്ളവർക്കേ അതിന് സാധിക്കൂ. ഞാനും വിളിക്കുന്നു. നിന്റെ കയ്യിൽ ബസീറത്തുണ്ടോ? ഉൾക്കാഴ്ചയുണ്ടോ? ബസ്വായിറ എന്ന് ഖുർആൻ പറയുന്നുണ്ട് വേറെ സ്ഥലത്ത്. ബസീറത്തിന്റെ ബഹുവചനമാണ് ബസ്വായിറ. അതെന്താണ്? കണ്ണിന്റെ കാഴ്ച, ബുദ്ധിയുടെ കാഴ്ച, കൽബിന്റെ കാഴ്ച, ആത്മദൃഷ്ടി എല്ലാം ആകുമ്പോഴാണ് ബസീറത്ത് ബസ്വായിർ ആവുക. അവരാണ് അള്ളാഹുവിലേക്ക് വഴി നടത്തുന്നവരും ക്ഷണിക്കുന്നവരും ഒക്കെ. അല്ലാഹുമ്മ ആമീൻ. അപ്പൊ നമ്മൾ അതിന് യോഗ്യത നേടിയവരല്ലെങ്കിലോ? ബസീറത്തുള്ളവന്റെ ക്ഷണം കേട്ട് അവന്റെ പിന്നിൽ അണിനിരക്കുക, അവരുടെ സഹഗാമികളായി തുടരുക, അവരുടെ അറിവും അവരുടെ സന്ദേശങ്ങളും അവരിൽ നിന്ന് ലഭിച്ച ഇതിന് അനുമതിയുടെ വെളിച്ചത്തിൽ വിപണനം ചെയ്യുക. ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചു, ഈ മഹാത്മാക്കൾക്ക്, ഔലിയാക്കൾ, പ്രബോധകന്മാർ, ഇനി പ്രവാചകന്മാർ, അവർക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണം? സംബോധിതന്റെ മനസ്സ് വായിക്കാൻ കഴിയണമോ? താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ഭാവി വിഗതികളെ കുറിച്ച് വിലയിരുത്താൻ കഴിയണമോ? സ്വർഗ നരക അവസ്ഥകളെ അനുഭവിച്ചതുപോലെ പറയാനുള്ള ബോധം, അറിവ് ഉണരണമോ? അതൊന്നും ഇല്ലാത്ത കുറെ ആളുകൾ ഇപ്പോൾ പറയാണ് അതൊന്നും സാധ്യമല്ല, അതൊന്നും ആവശ്യമില്ല. അവർക്ക് കഴിയാത്തത് കൊണ്ട് അവരുടെ അവസ്ഥ വെച്ച് പറഞ്ഞതാണ്. ക്ഷമിക്കാം. ഞാൻ ആലോചിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ ധനികൻ മൾട്ടി ലക്ഷ്യത്തോടുകൂടി വേൾഡ് വൈഡായി ഒരു വലിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. കോടികൾ മുടക്കാനും അതിൻ്റെ പ്രൊജക്റ്റും റെഡി. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിൽ വടക്കേ അറ്റത്ത് എവിടെയോ ഒരു വലിയ സർവകലാശാലയുടെ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് എന്ന് കേട്ടു. കാസർഗോഡ്. സന്തോഷം. ഒരു വലിയ മെഡിക്കൽ കോളേജ് നടത്തുമ്പോൾ അവിടെ വലിയൊരു ക്യാൻറ്റീൻ വേണം. അപ്പം ആ ക്യാൻറ്റീനിന് ആവശ്യമായ വെണ്ടക്കയും പയറും അരിയും തക്കാളിയും അതൊക്കെ അവിടെ വരുത്താനുള്ള സംവിധാനം ആർക്ക് വേണം? ഈ വക്താവിന് വേണം. അതുപോരാ, വലിയ രോഗികളെ കൊണ്ടുവരണം, കൊണ്ടാക്കണം, ആംബുലൻസ് സംവിധാനം വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് വേണം? വാഹന സംവിധാനങ്ങൾ വേണം, ഭക്ഷണ സംവിധാനങ്ങൾ വേണം. ഇനി പേഷ്യൻസിനെ കിടത്താനുള്ള റൂം, കട്ടില്, മേശ, ബെഡ് അതൊക്കെ വേണം. അത് മാത്രം പോരാ. ഈ രോഗികൾ കടന്നു വരുമ്പോഴേക്ക് അവരുടെ രോഗങ്ങളെ വിലയിരുത്താൻ ആവശ്യമായ സ്കാനിങ് സംവിധാനം വേണം, എക്സ്റേ സംവിധാനം വേണം. ഓപ്പറേഷനൊക്കെ ആധുനിക സംവിധാനത്തിൽ നടത്തണമെങ്കിൽ അതിനൊക്കെ വളരെ മോഡേൺ ടെക്നോളജിയുടെ ഉപകരണങ്ങൾ വേണം. ഇതെല്ലാം ഉള്ള ഒരു വക്താവിനെ, അതിന് പറ്റുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾ നടത്തിക്കൊള്ളുക.
ആ സൂപ്രണ്ടിനോട് പറയാൻ കഴിയണം, ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള അനുവാദവും നൽകുന്നു, അതിനുള്ള ചാവിയും തരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ക്യാൻറ്റീനിലേക്ക് നമ്പർ 7 വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ആംബുലൻസ് ആവശ്യം ഉണ്ടാകുമ്പോൾ, വാഹനം വേണ്ടി വരുമ്പോൾ, ഡോക്ടേഴ്സിനെ കൊണ്ടുവരാനൊക്കെ വലിയ വലിയ വാഹനം വേണ്ടി വരും, ഹെലികോപ്റ്ററൊക്കെ വേണ്ടി വരും, നിർബന്ധം. വലിയ പദ്ധതിയാണ്. അപ്പൊ ഹെലികോപ്റ്ററിന് നമ്പർ 6. ഇതൊക്കെ ആരോട് പറയും? ഈ വക്താവ് ഈ സൂപ്രണ്ടിനോട് പറയും. തിയേറ്ററുകളിൽ, ഓപ്പറേഷൻ നടക്കുന്ന കേന്ദ്രങ്ങളിൽ എന്തെന്തെല്ലാം സംവിധാനങ്ങൾ വേണം, അതിനൊക്കെ ആവശ്യമായ നമ്പറുകൾ, വക്താക്കൾ, ഉദ്യോഗസ്ഥർ, ടെക്നോളജി, ഇതെല്ലാം നൽകാതെ ഒരാളോട് നീ നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഈ ഉദാഹരണം വളരെയേറെ ചിന്തിക്കുക. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഖുൽ, പറഞ്ഞോളുക, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അപ്പൊ അതിനാവശ്യമായ എല്ലാവിധ സംവിധാനവും, ആ സംവിധാനങ്ങളുടെ ബിരുദങ്ങളുടെ ഖുർആനിക പേരാണ് ബസ്വീറ. ബസ്വീറത്തുള്ളവർക്ക് ലദുന്നിയായ ഇൽമുണ്ടായിരിക്കും, അപാരമായ അളവറ്റ റഹ്മത്ത് ഉണ്ടായിരിക്കും. കാരണം ഈ ജനങ്ങളുടെ മാനസികാവസ്ഥയും സാമൂഹികാവസ്ഥയും തിരിച്ചറിഞ്ഞ് സ്നേഹ കാരുണ്യത്തോടുകൂടി അവരെ ക്ഷണിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം വേണം. ഇതൊക്കെ ബസ്വീറത്തിൽ ഇൻക്ലൂഡാണ്. അല്ലാഹു തആല ഇവർക്ക് നൽകുന്നത് എന്താണ്? ബസ്വീറത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അന വമനിത്തബഅനി, അല്ലാഹുമ്മ ആമീൻ. അപ്പോഴ് സയ്യിദ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദ് ഇബ്രാഹിം അൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഇനി ഈ കാലഘട്ടത്തിലേക്ക് വന്നാൽ അവരുടെ ദൗത്യം നിർവഹിക്കുന്ന കാലപുരുഷന്മാർ, അവരുടെ കയ്യിലൊക്കെ എന്ത് വേണം? ബസ്വീറത്ത് എന്ന, ഉൾക്കാഴ്ച എന്ന യോഗ്യത വേണം. അത് വേണം എന്ന് പറയലല്ല, അവരെ ആരാണോ ഈ ദൗത്യത്തിന് ഏൽപ്പിച്ചത് ആ കേന്ദ്രം അവർക്ക് അലോട്ട് ചെയ്യണം. അപ്പോഴാണ് വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ, അദ്ദേഹം പുസ്തകം വായിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് എന്നല്ല, വേദങ്ങളിലൂടെ അദ്ദേഹം പഠനം നടത്തി എന്നല്ല, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വആതൈനാഹു മിൻ ലദുന്നാ വഅല്ലംനാഹു മിൻ ലദുന്നാ, അപ്പൊ റഹ്മത്തിനെ നാം അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, അവര് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കാരുണ്യബോധമുള്ളവരായി മാറി എന്നല്ല, അവർ ഈ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സവിശേഷമായ റഹ്മത്ത് നാം അവർക്ക് സമ്മാനിച്ചു. അപ്പൊ ആ റഹ്മത്ത്, ലദുന്യായ ഇൽമ്, ഇതിന് ബസ്വീറത്ത്, ഈ 4 കാര്യവുമുള്ള ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിക്കാൻ കഴിയൂ. വിളിക്കാനൊക്കെ എല്ലാവരും കഴിയും, പക്ഷെ ഉത്തരം ചെയ്യുന്നവരെ കൊണ്ടെത്തിക്കണ്ടേ ലക്ഷ്യസ്ഥാനത്ത്? അല്ലാഹുമ്മ ആമീൻ. കലാമിയ മശ്റബുൽ അർവാഹി വസ്സുലൻ, അർവാഹികളെ സമുദ്ധരിക്കുക, കേൾക്കുക. ഖുലൂബ്, കൽബകങ്ങളെ സംസ്കരിക്കുക. ഉഖൂല്, ബുദ്ധിയെ വിദ്യാഭ്യാസപരമായി ഉയർത്തുക. ശരീരത്തെ ആരോഗ്യപരമായി വളർത്തുക. 4 തരം ശിക്ഷണങ്ങൾ. ശരീരത്തെ ആരോഗ്യപരമായി ശിക്ഷണം നൽകുക. അതിനാവശ്യമായതൊക്കെ ആരുടെ കയ്യിൽ വേണോ? അതിൻ്റെ മെഡിക്കൽ സയൻസ് വേണം, അതിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ ഫുഡ് കൊടുക്കാൻ കഴിയണം. ആരോഗ്യ സംരക്ഷണത്തിന് നിയോഗിതരാകുന്നവർക്ക് അതിനുള്ള എല്ലാ കഴിവും വേണം. ഉദാഹരണം മറക്കണ്ട, മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ആഹാരവും കൊടുക്കാൻ കഴിയണം, മരുന്നും കൊടുക്കാൻ കഴിയണം, ഓപ്പറേഷനും കൊടുക്കാൻ കഴിയണം, സർവ്വതും കഴിയണം. ശാരീരികമായ പരിപാലനം ആപേക്ഷികമായി സിമ്പിളാണ്. എന്നാൽ കുറച്ചുകൂടി ഉയർന്നതാണ് ബുദ്ധിപരമായ വളർച്ച, വിദ്യ,
അഭ്യാസം. ആ അഭ്യാസ കളരിയിൽ ഒരാളെ ഏറ്റെടുത്താൽ അയാൾ ആദ്യം ആരായിരിക്കണോ? വിദ്യാഭ്യാസമുള്ള ആളായ പോരാ, സോറി, അങ്ങനെ നിങ്ങളൊക്കെ കരുതിയത്. അയാൾ ആദ്യം വിദ്യയെ സമന്വയിക്കുന്ന പാത്രമാണ് ബുദ്ധി. അയാൾ ആദ്യം ആരായിരിക്കണം? ബുദ്ധിയുള്ള IQ തെളിയിച്ച ആളായിരിക്കണം. ഈ കഴിവിൽ വിദഗ്ധരായവർ ഈ പണി എടുത്താൽ അതിന്റെ റിസൾട്ട് സൊസൈറ്റിക്ക് ഉണ്ടാവും. മൗലാന അബുൽ കലാം ഒരു കാലത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു. പല യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസപരമായ കരിക്കുലം കൊടുത്തത് ഡോക്ടർ അബ്ദുൽ കലാം ആയിരുന്നു. ബുദ്ധിപരമായി ഉയർന്നവര് ഈ സ്ഥാനത്ത് തലപ്പത്തിരിക്കുമ്പോൾ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കും. പഠിപ്പിക്കുന്ന അധ്യാപകന് കുറെ വായിച്ചറിവുണ്ട്, ബുദ്ധി തീരെയില്ല. എന്തായിരിക്കും അവസ്ഥ? ആള് ശരിക്കും മൂഢനാണ്, അതിന്റെ പുറമെ വിദ്യാഭ്യാസവും ഇല്ല. തെരഞ്ഞെടുപ്പിലൂടെ നേതാവായതാണ്, മന്ത്രിയായതാണ്, മറ്റാരുടെയെങ്കിലും ഷഫായത്ത് ഇടപെടൽ കൊണ്ട് മന്ത്രിയായതാണ്. അവരെയൊക്കെ ഈ പണി ഏൽപ്പിച്ചാൽ ഈ പറഞ്ഞ യോഗ്യത അവിടെ ഉണ്ടാവില്ല. അപ്പൊ ബുദ്ധി തികഞ്ഞ ആളും വിദ്യ നിറഞ്ഞ ആളുമായിരിക്കണം ഈ പണി ഏറ്റെടുക്കുന്നത്. അപ്പൊ ശാരീരിക പരിപാലനം സിമ്പിളാണ്. അതിനേക്കാൾ കടുത്തതാണ് വിദ്യാഭ്യാസ സംസ്കൃതിയുടെ സംസ്ഥാപനം. അധ്യാപകരൊക്കെ നല്ല യോഗ്യത ഉള്ളവരായിരിക്കണം, നല്ല യോഗ്യത ഉള്ളവരായിരിക്കണം. പൂർവ്വകാലത്തൊക്കെ അധ്യാപകർക്ക് പേരെന്താണ്? വിദ്വാൻ എന്നാ. അവർക്കായിരുന്നു വലിയ ശമ്പളമൊക്കെ പണ്ട്. ഇന്നും ശമ്പളമുണ്ട്, പക്ഷെ യോഗ്യതകൾ, നിലവാരം, മൂല്യം കുറവാണ്. എന്നാൽ ഇനി മൂന്നാമത്തെ പരിപാലനമാണ് കൽബിന്റെ പരിപാലനം. കൽബിനെ ഉണർത്തുക, വളർത്തുക, ഉയർത്തുക. സ്വാഭാവികം, ശരീരത്തെ വളർത്താൻ എന്തു മതി? ശാരീരികമായ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം മതി, വിവരം മതി, ഭക്ഷണക്രമത്തെ പറ്റിയൊക്കെ നല്ലോണം പഠിച്ചാൽ മതി. അത് ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്. ഭക്ഷണത്തിനൊക്കെ ക്രമീകരണം പറഞ്ഞു കൊടുക്കുന്ന ആളുകളില്ലേ, എന്താ പറയാ അവർക്ക്? ന്യൂട്രീഷൻ, ഡയറ്റ്, ഇതൊക്കെ കൊടുക്കുന്ന ആള്. അയാൾക്ക് കഥയില്ലാഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നെല്ലിക്ക. അയാളെടുത്ത് വരുന്നവർക്കൊക്കെ അയാൾ നെല്ലിക്ക കഷായം എഴുതി കൊടുക്കും. ഈ ക്ലൈന്റിന്റെ അവസ്ഥ പരിതാപകരാ. ഇപ്പൊ ശാരീരിക പരിപാലനത്തിനുള്ളവർ അതിന്റെ യോഗ്യത വേണം. വിദ്യാഭ്യാസ സംസ്കരണ സംസ്ഥാപനം നടത്തുന്നവർക്ക് അതിനുള്ള യോഗ്യത വേണം. ഇത് രണ്ടും പറയാൻ എളുപ്പമാണ്. ഇനി മൂന്നാമത്തതാണ് തിബ്ബുൽ ഖുലൂബ്, കൽബകങ്ങളെ ട്രീറ്റ് ചെയ്യുക. തസ്കിയത്തുൽ ഖൽബ്, കൽബിനെ സംസ്കരിക്കുക. അതിന് അദ്ദേഹത്തിന്റെ കൽബ് മാത്രം നിറഞ്ഞാൽ പോരാ. അദ്ദേഹം ആരെയാണോ ക്ഷണിക്കുന്നത് അവരുടെ കൽബ് അറിയുന്നയാളായിരിക്കണം. മനസ്സറിഞ്ഞ് ചികിത്സിക്കുന്ന ആള് എന്നൊക്കെ പറയാറുണ്ട്. മനോരോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ വ്യുൽപത്തിയുള്ള ഒരു ത്വബീബുൽ ഖൽബ്, നിന്റെ കൽബിനെ സംസ്കരിക്കാൻ കണ്ടെത്തണം, നിനക്ക് ലഭിക്കണം. അത് വലിയ ലോകാണ്. അർബാബുൽ ഖുലൂബ് എന്നാണ് അവർക്ക് പറയാ. വിദ്യാഭ്യാസ വിചക്ഷണർ എന്നാണ് ആരെ പറ്റി പറയാ? വിദ്യാഭ്യാസം നൽകുന്ന കോളേജ് മേധാവികൾക്കൊക്കെ പറയാം. ആരോഗ്യശാസ്ത്രത്തിൽ മികവുറ്റവർക്കൊക്കെ എന്താ പറയാ? ബിഷഗ്വരന്മാർ. പേര് കേട്ടാൽ തന്നെ നല്ല ബിഷഗ്വരന്മാർ. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന എന്താണ്? അവർക്ക് തന്നെ രോഗം ബാധിച്ചാലോ? കുറുന്തോട്ടിക്ക് തന്നെ വാദം. സമൂഹവും ആരോഗ്യപരമായി അങ്ങനെയൊക്കെ ആയിരിക്കും. ആവശ്യമില്ലാത്ത എക്സ്റേ, ആവശ്യമില്ലാത്തടത്ത് സ്കാനിങ്, വലത്തെ കണ്ണിന് പകരം ഇടത്തെ കണ്ണിന് ഓപ്പറേഷൻ. അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം, അന്ധരെ അന്തർനയിപ്പു. ഇന്നത്തെ ആകെ ആശയം ശരീരം, ബുദ്ധി, ഇതിനെ ട്രീറ്റ് ചെയ്യുക, സംസ്കരിക്കുക, വളർത്തുക ആപേക്ഷികമായി എളുപ്പമാണ്. അത് തന്നെ ഇന്ന് ആധുനിക ലോകത്ത് കുഴഞ്ഞ് വളഞ്ഞ്
പ്രശ്ന സങ്കീർണതയില്ല. അതിലൊക്കെ എത്രയോ വലുതാണ് ഖൽബിന്റെ സംസ്കരണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ഖൽബകത്തെ അപ്പോഴാണ് ആ ഒരു യോഗ്യത ആര് കൊടുക്കണം? ആ പണിക്ക് നിൽക്കുന്നവര്, അല്ലെങ്കിൽ ആ പണിക്ക് വെക്കുന്നവര്. ഇനി നമ്മുടെ പഴയ ഉദാഹരണം മറക്കരുത്. ഹോസ്പിറ്റൽ നടത്താനുള്ള അനുവാദം കൊടുക്കുമ്പോൾ അതിനാവശ്യമായ യോഗ്യത ആര് കൊടുക്കണം? വക്താവ് കൊടുക്കണം. എങ്കിൽ വേണ്ട, നീ ഒരു ഹോട്ടൽ നടത്തിക്കോ, 500 ആളുകൾക്ക് വൈകുന്നേരം ഭക്ഷണം കൊടുത്തോ എന്ന അനുവാദം കൊടുക്കുന്ന ഒരു മുതലാളി അതിനാവശ്യമായ റോ മെറ്റീരിയൽ അവിടെ എത്തിക്കണ്ടേ? അരിയും പഞ്ചസാരയും ഒക്കെ ഇല്ലാതെ ഇയാൾ എന്ത് ചെയ്യും? ഈ ഒരൊറ്റ ബുദ്ധി മതി. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് എന്തെല്ലാം കഴിവ് വേണം. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ എന്ന സൂഫി ഗുരുനാഥന്മാർ, അവർക്ക് എന്തൊക്കെ കഴിവ് വേണം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. നല്ല ആസ്തി വേണം അവർക്ക്, ബസീറത്ത് വേണം, ലദുന്നിയായ ഇൽമ് വേണം, അർറഹ്മത്തു നബവിയ്യ വേണം, അൽ ഇദ്നുൽ ഇലാഹി വേണം. ഇത് 4 ഇല്ലാത്തവർ ഈ പണിയെടുത്താൽ സ്വാഭാവികമായും റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ, എത്രയെത്ര സംസ്കരണം നടത്തുന്നവരാണെന്ന് പറയുന്ന, മുറബ്ബികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. റബ്ബ റബ്ബിൻ. സബ്ഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ആശയ നിബിഡമായ കവിതയാണ് റബ്ബ റബ്ബിൻ. എത്രയെത്ര ആളുകളാണ് ഷെയ്ഖായി ചമയുന്നത്. ലം യഅരിഫൻ റബ്ബഹു, അവൻ തന്നെ അവന്റെ റബ്ബിനെ അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവന്റെ സംഭാവന എന്തായിരിക്കും? കാട് കയറിയ കുറെ ആളുകളെ മുരീദന്മാരി എന്ന പേരിൽ വളർത്തുക. അവസാനം ഖസ്റ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും കഷ്ടം, നഷ്ടം. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അവല്ലൽ ഖൗമ ബിൽ ആറാഇറാൽ. സയ്യിദി സബ്ഖത്തുല്ലാഹി അൽ ഖാഹിരി അൽ ഖാദിരി റളിയല്ലാഹു അൻഹു എത്രയെത്ര ആത്മീയ ശിക്ഷണം നൽകുന്നവര് എന്ന് അവകാശപ്പെടുന്ന ശൈഖുമാര് റബ്ബഹു ലം യഅരിഫൻ, അദ്ദേഹം തന്നെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. വലം യറുബ് റബീബഹു, തന്റെ മുരീദിനെ പരിപാലിക്കാൻ ആവശ്യമായ ഒരു കഴിവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. പിന്നെ എന്ത് സംഭവിക്കും? റിസൾട്ട് ഇന്ന് ലോകത്ത് അതാണ്. വ്യാജമായ ആത്മീയ മുറകളുടെ പേരിൽ ലാകിൻ അവല്ലൽ ഖൗമ ബിൽ ആറാഇറാൽ, അവന് തോന്നിയ കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ മുരീദന്മാരെന്ന് പറഞ്ഞു വരുന്ന ശിഷ്യന്മാരെ അവൻ വഴികേടിലാക്കുന്നു. അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോഴും നമ്മളെ വിഷയം എവിടെയാണ്? ഇതിനും കൂടെ കഴിവ് വേണം. അത് പക്ഷേ എവിടെ നിന്ന് കിട്ടുന്നതല്ല, യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് കിട്ടുന്നതല്ല. സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമെടുത്തത്? സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഏത് കിതാബ് ഓതി പഠിച്ചിട്ടാണ് റാങ്ക് നേടിയത്? വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ. ഇനി 4ാമത്തെ ഒരു ഗ്രേഡാണ് റൂഹിയായ പരിപാലനം. റൂഹിയായ സംസ്കൃതിയിലേക്ക്, അവിടെയാണ് ഇസ്രാഉം മിഅ്റാജും ഒക്കെ സംഭവിക്കുക. അപ്പൊ അതിന് ആ ആളാരായിരിക്കണം? നേരത്തെ ഇസ്രാ മിഅ്റാജ് എക്സ്പീരിയൻസ് നടത്തി തിരിച്ചു വന്ന ആളായിരിക്കണം മുറബ്ബി. അർവാഹി സംസ്കരണം അത് വളരണമെങ്കിൽ, അതുകൊണ്ടാണ് അഭിമന്യരായ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞത് കലാമീ മശ്റബുൽ അർവാഹി വസ്സലൻ. അതൊരു വല്ലാത്ത വരിയാണ്. ഞാൻ നൽകുന്ന ജ്ഞാനങ്ങളും അറിവുകളും ഒക്കെ ബുദ്ധിയെ വളർത്തും, ഖൽബിനെ വളർത്തും, ശരീരത്തെ വളർത്തും എന്നല്ല പറഞ്ഞത്. അതൊക്കെ സ്വാഭാവികമായി കിട്ടും. അർവാഹിയായ റൂഹിയായ ആത്മനിഷ്ഠമായ വളർച്ചയുണ്ടായാൽ, ആധ്യാത്മികമായ ഉയർച്ച ഉണ്ടായാൽ അവരുടെ ശരീരം പോലും പരിപോഷിപ്പിക്കപ്പെടും. മറിച്ച് അവരുടെ ദൗത്യം എന്താണ്? കലാമി മശ്റബുൽ അർവാഹി വസ്സുലൻ. എന്റെ വിജ്ഞാനം, ഞാൻ നൽകുന്ന അറിവ് അർവാഹുകൾക്ക്
ജ്ഞാനപാന തീർത്ഥമാണ്. ശരീരത്തിനല്ല, ബുദ്ധിക്കല്ല. ശരീരത്തിനല്ല, ബുദ്ധിക്കല്ല. കലാമി മശ്റബുൽ അർവാഹി വസ്സുലൻ. അള്ളാഹുവിനോടുള്ള വിലയനം സ്ഥാപിതമാകാൻ, ബന്ധവും സംസ്ഥാപനവും സിദ്ധിക്കാൻ. കലാമി മശ്റബുൽ അർവാഹി വസ്സുലൻ. അല്ലാഹുമ്മ ആമീൻ. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ സംസാരത്തിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? ഒരു കാര്യത്തിന് ഒരു തെരഞ്ഞെടുത്ത ആളാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ, ആരാണോ തെരഞ്ഞെടുത്തത് ആ കേന്ദ്രം ആവശ്യമായ എക്സസറീസ്, ആവശ്യമായ യോഗ്യതകൾ തീർച്ചയായും ആവശ്യാനുസാരം സപ്ലൈ ചെയ്തിരിക്കും. അപ്പൊ കറാമത്തും മുഅ്ജിസത്തും ഒന്നും അത്ഭുതമല്ല. പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാ? ഔലിയാഹിനെ അല്ലാഹു തആല അനുവാദം കൊടുത്ത് വെച്ചത് എന്തിനാ? എങ്കിൽ അതിനാവശ്യമായ യോഗ്യത അവർക്കുണ്ടാകണം എന്നത് ബുദ്ധിപരമായ ഒരു സാധ്യതയാണ്, ചരിത്രപരമായി ഒരു സത്യവുമാണ്. അനുഭവ ലോകത്ത് നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അല്ലാഹുമ്മ ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.